ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു ബിഷപ്പ് നോബിൾ ഫിലിപ്പിന്റെ പുതിയൊരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇനി പ്രത്യേകിച്ച് ഇതിന്റെ കൂടെ വെക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഷപ്പിനോട് കുറച്ചൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനാണ് എന്നുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതങ്ങ് പോയി കിട്ടി. കാരണം എനിക്ക് ഈ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെ ഒന്നും പറയാൻ തോന്നില്ല. എനിക്ക് ഉള്ളതുപോലെ പറയാനാണ് തോന്നുന്നത്. കാരണം അച്ഛൻ ഇപ്പൊ ഈ ഇന്റർവ്യൂ കൊടുത്തത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാം, അതിനൊരു തെറ്റില്ല. കാരണം ഇപ്പൊ അവർക്ക് സപ്പോർട്ട് വേണ്ട ഒരു സമയമാണ്. അവരുടെ അവസ്ഥ അതാണ് അല്ലെ, അവർക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഈ അസുഖം മാറി അവർ തിരിച്ചു വരണം എന്ന് തന്നെയാണ് നമ്മളും ഒക്കെ 100% ആഗ്രഹിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് വന്നിട്ടൊരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തിട്ട് അതില് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത് ആരെയാണ്? കിച്ചുവിനെ, അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെയാണ് ഈ അച്ഛൻ വന്നിട്ട് ആ ഇന്റർവ്യൂവില് മുഴുനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യൂ, അതിൽ ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ആ കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റവൻ ചെയ്തു? അവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയോ? ആ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയോ? അല്ലെ ഏതെങ്കിലും രീതിയിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് ആയിട്ട് അച്ഛൻ കണ്ടോ? പിന്നെ അവൻ എന്തൊക്കെയോ കഴിഞ്ഞ കഥകളുണ്ട് എന്നൊക്കെ ഈ അച്ഛൻ പറയുന്നുണ്ട്. അതുപോലെ രേണുവും കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിയായിരിക്കും, ഒരുപക്ഷെ അവന് ഇതിനു മുന്നേ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. തെറ്റ് പറ്റിയാൽ അത് തിരുത്തണമല്ലോ. ഇപ്പൊ എന്തായാലും ആ ഒരു കുട്ടി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു പയ്യനെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇല്ലായ്മ ചെയ്യണം, തകർക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറെ എണ്ണങ്ങൾ ഇറക്കി തിരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ ബിഷപ്പ് ഈ ഒരു രീതിയിൽ സംസാരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഇദ്ദേഹം ഒരു പുരോഹിതനല്ലേ. ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നു? നമുക്കറിയാം, ഇതിനു മുന്നേ ഇദ്ദേഹം രേണുസുധിയെ കുറിച്ച് പറഞ്ഞ എന്താണ്? തേഞ്ഞുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോ ഇദ്ദേഹം വന്നിട്ട് രേണുസുധിയെ സേവ് ചെയ്തുകൊണ്ട് കിച്ചുവിനെ തള്ളി പറയുകയാണ്. രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. കാരണം അദ്ദേഹം ഒരു പുരോഹിതനാണല്ലേ. ഇത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് വന്ന് ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കും. ഇപ്പൊ രേണു ആണെങ്കിൽ പോലും ഈ പറയുന്ന ബിഷപ്പിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവഹേളിച്ചിട്ടുള്ളതാണ് ഈ ബിഷപ്പിനെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ അതെല്ലാം മറന്നു. കാരണം രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ രേണുവിന് വേണ്ടത് നല്ല ചികിത്സയും അതുപോലെ പ്രാർത്ഥനയൊക്കെയാണ്. അത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷെ അതിന്റെ കൂടെ എന്തിനാണ് ആ പയ്യനെ ഈ ഒരു രീതിയിൽ തേജോവധം ചെയ്യുന്നത്? അവൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിനായിട്ട് ഈ പറയുന്ന ബിഷപ്പിന്റെ അടുത്ത് ചെന്നോ? ഇല്ലല്ലോ. അവരെ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നമാണ്. രേണുവാണ് ഓരോ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങി വെച്ചിട്ട് അതിനുള്ള മറുപടി ആയിട്ടാണ് കിച്ചു വന്നത്. ഉദാഹരണത്തിന് രേണു വന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ 11 വയസ്സ് മുതൽ എടുത്തു വളർത്തിയ മോനാണ്, എന്നെ ഇതുവരെ കാണാൻ വന്നില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞു. അതിനൊരു മറുപടി ആയിട്ടാണ് അവൻ ചെല്ലാത്തത് എന്താണെന്നുള്ളത് ഒരു വീഡിയോ കാണിച്ചിട്ട് അവന്റെ ഒരു എക്സ്പ്ലനേഷൻ നടത്തി. അതിൽ പിടിച്ചങ്ങ് തുടങ്ങി എല്ലാരും. അതിന്റെ പേരിൽ രേണു കെട്ടിത്തൂങ്ങി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. ഇപ്പോ എല്ലാവർക്കും കൂടെ ആ പയ്യനെ നെഗറ്റീവ് ആക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സപ്പോർട്ടിന് അവന്റെ അച്ഛനില്ല, അവന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അച്ഛന്റെ വീട്ടുകാരാണുള്ളത്. സത്യം പറഞ്ഞ ആ ഒരു കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കണം. ഇപ്പൊ കേൾക്കുന്നുണ്ട് കിച്ചു ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്, ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി, ഈ വരുന്ന ബിഗ് ബോസിൽ കിച്ചു ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഇനിയിപ്പൊ അതുകൊണ്ടാണോ, ഇതൊക്കെ കണ്ടിട്ട് കണ്ണിക്കടി കൊണ്ടാണോ പല ആൾക്കാരും ഇതുപോലെ ഈ ഒരു പയ്യനെയൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ. നമുക്കറിയാം രേണു പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ അവരുടെ അവസ്ഥ വളരെ മോശമാണ് അല്ലെ. അവർക്ക് ഇപ്പൊ ആ ഒരു അസുഖമാണ്, അതിൽ നിന്ന് അവർ തിരിച്ചു വരണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. നമ്മളൊക്കെ അവരുടെ കൂടെ തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഈ അച്ഛൻ ഇപ്പൊ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ ആ ഒരു പയ്യനെ മുഴുനീളം അങ്ങ് നെഗറ്റീവ് ആക്കുകയാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്, ഒരു പുരോഹിതൻ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ആണോ? ഇതിനു മുന്നേ രേണുവിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതാ. ആ അച്ഛൻ ഇപ്പൊ നേരെ ഇരട്ടത്താപ്പ്. ഇപ്പൊ വന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിച്ചുവിനെ അങ്ങ് ചെളി വാരി അങ്ങോട്ട് എറിയാണ്. കഷ്ടം തന്നെയാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് അവന്റെ വേലത്തിനൊന്നും നടക്കത്തില്ല. അതായത് അദ്ദേഹം കൊടുത്ത സ്ഥലത്താണല്ലോ ഇവർ വീട് വെച്ചിരിക്കുന്നത്. കഷ്ടം തന്നെയാണ് അച്ചു. കാരണം ഇത് പറയാതെ വയ്യ.
പല ആൾക്കാരും വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു പുരോഹിതനായതുകൊണ്ട് തന്നെ പലരും പലതും ഉള്ളിലൊതുക്കി പറയുന്നതായിട്ട് കണ്ടു. പക്ഷെ എനിക്കങ്ങനെ തോന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ അച്ഛൻ ചെയ്ത ഈ ഒരു ഇന്റർവ്യൂ വളരെ മോശമായി പോയി. അല്ല, എന്തിനാണ് ഈ അച്ഛൻ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത്? ഇതിന് മുന്നേ രേണുവായിട്ടുള്ള ഇഷ്യൂസ് വന്നപ്പോഴും ഈ അച്ഛൻ തുര ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ഫുള്ള് രേണുവിനെ ഇതുപോലെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ തിരിഞ്ഞ് ഈ പറയുന്ന കിച്ചുവിനെ പറയുന്നു. നമ്മളൊന്നും കണ്ടിട്ടില്ല ഇതുപോലുള്ള പുരോഹിതന്മാരെ, അല്ലെ? ഈ ഒരു തരം ഇരട്ടത്താപ്പ്. എന്താ ഇതിനൊക്കെ പറയേണ്ട? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇദ്ദേഹത്തിന്റെ ഈ ഒരു കിച്ചുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് തന്നെ ആൾക്കാരുടെ സപ്പോർട്ട് ഫുള്ള് കിച്ചുവിന് മാത്രമാണ്. കാരണം അവൻ എന്താണ്, അല്ലെ അവന്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബിഷപ്പ് എന്നല്ല, ആര് വന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അവൻ്റെ കൂടെ നിൽക്കേണ്ടവരല്ല, അവനെ വിശ്വസിക്കുന്നവര് അവൻ്റെ കൂടെ തന്നെ നിൽക്കും. ബിഷപ്പ് ഇനിയിപ്പോൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും, ഇപ്പൊ രേണു നാളെ എന്തൊക്കെ കഥകൾ വന്ന് പറഞ്ഞാലും അവനെ വിശ്വസിക്കുന്ന ആൾക്കാർ അവനെ കൂടെ തന്നെ നിൽക്കും. അതെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വളരെ മോശമായി പോയി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇദ്ദേഹം വന്ന് കൊടുത്തത്. കിച്ചുവിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്, ഉണ്ടായിരിക്കാം, അല്ലെ? ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും നമ്മൾ പറയില്ല. എന്തൊക്കെയോ കേസുകളും എന്തൊക്കെയോ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ രേണു പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവി തന്നെ പോകും എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു രോഗാവസ്ഥയിലും കഴിഞ്ഞ ദിവസം രേണു വന്നിരുന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് കണ്ടപ്പോൾ പല ആൾക്കാർക്കും ദേഷ്യം തോന്നി രേണുവിനോട്. കാരണം ഈ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യവും ഭയങ്കര വാശിയും വെല്ലുവിളിയൊക്കെ ആയിട്ട് വീണ്ടും രേണു വരുന്നു. ഈ അവസ്ഥയിലെങ്കിലും രേണു ഒന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാവസ്ഥയാണ്. അതിൽ നിന്ന് പോരാടണം, ആ രോഗത്തോട് പോരാടി തിരിച്ചു വരണം, തിരിച്ചു വരിക തന്നെ വേണം. പക്ഷെ അതിന് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊക്കെ പക്വതയായിട്ട് ചിന്തിക്കണം. ഈ ഒരു സമയത്തും വന്ന് വെല്ലുവിളിയ ആരോട്? എടുത്ത് വളർത്തി ആ ഒരു മകനോട്, അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് ആ ഒരു പയ്യൻ. ഈ കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊല്ലം സുധി ഉള്ള സമയത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അന്നാരും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ ചർച്ചയായത്. എന്താന്ന് പറഞ്ഞാലും എൻ്റെ ഒരു സപ്പോർട്ട് ഫുള്ള് കിച്ചുവിന് തന്നെയാണ്. കാരണം അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. എന്ന് കരുതിയിട്ട് ആ ഒരു പയ്യനെ വന്നിട്ട് വീണ്ടും വീണ്ടും അതിനെ തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ ഈ ബിഷപ്പ് ആണെങ്കിൽ പോലും എന്താ, അദ്ദേഹം ഒരു പുരോഹിതനാ. അവനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ വന്നിട്ട് വെല്ലുവിളിക്കുക, നിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, ഞങ്ങളത് പറയും, മറ്റതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു പുരോഹിതൻ ഈ രീതിയിലൊക്കെയാണോ സംസാരിക്കേണ്ടത്? അല്ല, കഷ്ടം തന്നെ. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ബിഷപ്പിന്റെ ഈ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച്? നിങ്ങൾക്ക് എന്താണ് തോന്നി? ഇദ്ദേഹം ഇപ്പൊ ഈ വന്ന് പറഞ്ഞ ഈ ഒരു രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? എനിക്ക് എന്തായാലും യോജിപ്പില്ല. അദ്ദേഹം ഈ ഒരു സമയത്ത് വന്ന് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തത് ഒരു വല്ലാത്തൊരു വൃത്തികെട്ട പരിപാടിയായി പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനു മുന്നേ നമ്മൾ രേണുവിനെ വിമർശിച്ച് പല പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഈ അച്ഛനൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ രേണുവിനെ വിമർശിച്ചത് കൊണ്ട്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. പല ആൾക്കാരുടെയും ചാനലിൽ ഇദ്ദേഹം പോയി കമന്റ് ഇട്ടിട്ടുണ്ട്. രേണുവിനെ വിമർശിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം കമന്റ് ഇട്ടിട്ടുണ്ട്. ആ അച്ഛൻ ഇപ്പോ വന്നിട്ട് രേണുവിനെ അങ്ങ് ഭയങ്കര ആയിക്കോട്ടെ, കാരണം ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ അതാണ്, ചേർത്ത് നിർത്തുക തന്നെ വേണം, ആയിക്കോട്ടെ. പക്ഷെ എന്നാലും പഴയതൊന്നും മറക്കാതിരിക്കും. ഈ രേണു ഈ ബിഷപ്പിനെ പറഞ്ഞതും ബിഷപ്പ് തിരിച്ചു പറഞ്ഞതും ഒക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല, ജനങ്ങൾ മറന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് രേണുവിനെ അങ്ങ് ഭയങ്കര സപ്പോർട്ട്, പകരം ആ പയ്യനെ ഇപ്പോൾ അങ്ങ് നെഗറ്റീവ് ആക്കണം, അല്ലെങ്കിൽ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സൈബർ ബുള്ളിങ്ങിന് അങ്ങ് ഇട്ട് കൊടുക്കും ആ പയ്യനെ. പക്ഷെ ഈ അച്ഛൻ്റെ വാക്ക് കേട്ടൊന്നും ആൾക്കാരൊന്നും അവനെ ഒന്നും പറയാൻ പോകുന്നില്ല. അവൻ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബിഷപ്പ് എന്നല്ല, ഇതിൻ്റെ അപ്പുറത്തെ ആൾക്കാർ എന്ത് വന്ന് പറഞ്ഞാലും അവനെ വിശ്വസിക്കുന്നവർ അവൻ്റെ കൂടെ തന്നെ നിൽക്കും. എന്താന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ബിഷപ്പിന്റെ ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു ഇരട്ടത്താപ്പ് സംസാരത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം.